Very good morning to all. So, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ക്ലൂസീവ്ലി ഓൺ സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചേഴ്സ് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡേറ്റ വിത്ത് ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ്. അതൊരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ്, വിച്ച് ഈസ് അവൈലബിൾ അണ്ടർ സി. സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്താണ് നമ്മൾ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു സ്ട്രക്ചറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നുള്ളത്, അറേ പോലെ തന്നെയാണ് സ്ട്രക്ചറും. ഒരേ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ അറേ വിൽ ബി ഹാവിംഗ് ഈസ് എ കളക്ഷൻ ഓഫ് സെയിം ഡേറ്റ ടൈപ്പ്, വേറെ സ്ട്രക്ചർ ഈസ് ഹാവിംഗ് കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ട്രക്ചറിന്റെ അകത്ത് മൾട്ടിപ്പിൾ ഡേറ്റ മെമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യാം. ദോസ് ഡേറ്റ മെമ്പേഴ്സ് വി ക്യാൻ കോൾ ആസ് ദി വേരിയസ് അട്രിബ്യൂട്ട്സ് ഓഫ് the structure. Syntax for defining a structure is as follows. First, use the keyword struct, then space, give the structure name. Inside braces, type in data type 1, member variable 1, data type 2, member variable 2, and so on. Braces close ചെയ്തതിനു ശേഷം do not forget to put semicolon, because this is a very important point to remember. സാധാരണ രീതിയിൽ ഈ ഫംഗ്ഷൻ ഒക്കെ പോലെ നമ്മൾ ബ്രാക്കറ്റ് ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് പോകും. സെമികോളൻ യൂസ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ പല സന്ദർഭങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ഈവൻ വെൻ ഐ വാസ് എ സ്റ്റുഡന്റ് ഐ ഓൾസോ യൂസ് ടു ഡു ദി സെയിം മിസ്റ്റേക്ക്. പക്ഷെ ഇൻ കേസ് ഓഫ് സ്ട്രക്ചർ, ആഫ്റ്റർ ക്ലോസിംഗ് ബ്രാക്കറ്റ് യു മസ്റ്റ് ഗിവ് ദി or you must provide the semicolon, so to indicate that the definition of the structure has ended. Example is struct student int roll number, char name of 30, char district of 30, char state of 30, int long int pin code, then close the bracket, semicolon. ഇവിടെ ഞാൻ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുവാണ്. സ്റ്റുഡന്റ് ഈസ് ഓഫ് ഡേറ്റ ടൈപ്പ് സ്ട്രക്ചർ or student is a structure variable whose attributes are roll number, name, district, state and pin code. അതായത് ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലുള്ള സ്റ്റുഡന്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സ്റ്റുഡന്റ് എന്ന് പറയുന്നത്. അതിൽ റോൾ നമ്പർ ഇൻക്ലൂഡഡ് ആണ്, നെയിം, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻ കോഡ്. ഇതിൽ നിങ്ങൾ നോക്കിയില്ലറിയാം, റോൾ നമ്പർ ഈസ് ഓഫ് ടൈപ്പ് ഇന്റിജർ, നെയിം, ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് ആർ ഓഫ് ടൈപ്പ് ക്യാരക്ടർ ഓർ ക്യാർ, പിൻ കോഡ് ഈസ് ഓഫ് ടൈപ്പ് ലോങ് ഇന്റ്. സോ ഇതൊരു കളക്ഷൻ ഓഫ് ഡിഫറെന്റ് data types ആണ്, പക്ഷെ all addressed under a single structure variable or structure name, not structure variable, structure name. Student എന്നുള്ളത് structure name ആണ്. This is how you define a structure. ഇനി ഇതുപോലെ എത്ര internal data members വേണം എന്നുള്ളത് there is no limit at all. നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. Even you can define a structure variable within another structure variable, that is also possible. അതായത് ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നു, ദെൻ ആ സ്ട്രക്ചറിന്റെ വേരിയബിളിനെ മറ്റൊരു സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ അകത്ത് വേണമെങ്കിലും നമുക്ക് ഡേറ്റ മെമ്പർ ആയിട്ട് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. നെസ്റ്റിംഗ് ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദി കമ്മിങ് സെഷൻസ്. നൗ ഡിക്ലെയറിംഗ് സ്ട്രക്ചർ വേരിയബിൾ. ഇപ്പോ നമ്മൾ പറഞ്ഞത് ഡെഫിനിഷൻ ആണ്. Next one is declaration of structure variable. നേരത്തെ definition of a structure ആണ്. Now declaration of structure variables. ഒരു structure define ചെയ്ത് കഴിഞ്ഞാൽ now for accessing the data which is available inside the structure we need to go for structure variables. അതായത് ഒരു സ്ട്രക്ചറിനകത്തുള്ള ഡേറ്റ മെമ്പേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ we have to use structure variables. സ്ട്രക്ചർ വേരിയബിളിന്റെ ഡിക്ലറേഷൻ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദി ഡിക്ലറേഷൻ ഓഫ് എൻ ഓർഡിനറി വേരിയബിൾ. അതായത് നമ്മുടെ സാധാരണ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് സിമിലർ ആയിട്ടാണ്. അതായത് ഇന്റ് ഐ അല്ലെങ്കിൽ ഫ്ലോട്ട് ബി എന്നൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടല്ലോ, അതിന് ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് സ്ട്രക്ചർ വേരിയബിളും ഡിക്ലെയർ ചെയ്യുന്നത്. നൗ ഡിക്ലറേഷൻ ഇൻക്ലൂഡ്സ് ദി ഫോളോയിങ് ടേംസ്. ഫസ്റ്റ് വിൽ ബി ദി കീവേഡ് സ്ട്രക്ട് ഫോളോഡ് ബൈ ദ സ്ട്രക്ചർ നെയിം വിച്ച് ഈസ് ഓൾസോ കോൾഡ് ആസ് ദി സ്ട്രക്ചർ ടാഗ് നെയിം. Then followed by list of variable names separated by commas,
and finally termination semicolon. അതായത് syntax is first you use the keyword struct, then the structure name, then comes the variable names. അതായത് സാധാരണ രീതിയിൽ നമ്മൾ ഒരു മൂന്ന് ഇന്റിജേഴ്സ് എ ബി സി ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we will use int a, b, c. അതുപോലെ ഇവിടെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ വേരിയബിൾസ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് is something similar to that of a data type, a structure data type. So ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്നതിന്റെ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ just like int a, b, c, we have to use struct student, then s1, s2, s3. So s1, s2, s3 are the structure variables, and student is the structure name. മാറിപ്പോകരുത്. സ്റ്റുഡന്റ് എന്ന് പറയുന്നത് തൊട്ട് മുൻപത്തെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട്. This is the name of the structure or the structure name, also known as the structure tag name. Structure variables എന്ന് പറയുന്നത് are s1, s2 and s3. So this is the structure. Student is the structure name. s1, s2, s3 are the structure variables. Okay. So എന്തിനാണ് നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്? വേരിയബിൾസിൽ കൂടെ മാത്രമേ സ്ട്രക്ചർ വേരിയബിൾസിൽ കൂടെ മാത്രമേ നമുക്ക് സ്ട്രക്ചറിനകത്തുള്ള ഇന്റേണൽ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് വൈ വി നീഡ് ടു ഡിക്ലെയർ സ്ട്രക്ചർ വേരിയബിൾസ്. ഇനി സ്ട്രക്ചർ വേരിയബിൾ മറ്റൊരു തരത്തിൽ, അതായത് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് സ്ട്രക്ചർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. This is the syntax: struct space structure name, inside bracket data type 1, member variable 1, data type 2, member variable 2, and etc. so on. Close the bracket, then immediately after the braces use your structure variables separated by comma. അതായത് എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ struct student, inside bracket you write all the attributes, close the curly bracket, then write down the structure variables s1, s2, s3. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് സ്ട്രക്ചർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. ഒന്ന്, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തതിനു ശേഷം ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് struct student s1, s2, s3. This is one way of declaring structure variable. Second way is during the definition of the structure itself you can declare structure variables. അത് വേറൊന്നുമല്ല, ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ്, കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം യു ഡിഫൈൻ ഓൾ ദി സ്ട്രക്ചർ വേരിയബിൾസ് സെപ്പറേറ്റഡ് ബൈ കോമാസ്. എല്ലാ വേരിയബിൾസും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ പുട്ട് ദി ടെർമിനേഷൻ സെമികോളൻ ലൈക്ക് ദിസ്. സോ ദീസ് ആർ ദി ടു മെത്തേഡ്സ് ഓഫ് ഡിക്ലെയറിംഗ് എ സ്ട്രക്ചർ ഓർ സ്ട്രക്ചർ വേരിയബിൾസ്. നൗ ആക്സസിംഗ് സ്ട്രക്ചർ മെമ്പേഴ്സ്. ഞാൻ പറഞ്ഞു സ്ട്രക്ചർ വേരിയബിൾസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ സ്ട്രക്ചറിന്റെ അകത്തുള്ള മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. See, in this case, roll number, name, district, state, pin code. These are the structure members. S1, S2, S3 are structure variables. Student is the structure name. ഒന്നും മാറിപ്പോരുത്. സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ നെയിം ആണ്. സ്ട്രക്ചർ മെമ്പേഴ്സ് ആർ roll number, roll name, district, state, pin code. ഇത് സ്ട്രക്ചർ മെമ്പേഴ്സ് ആണ്. S1, S2, S3 are structure variables. So name, members and variables മാറിപ്പോകരുത്. സ്ട്രക്ചർ മെമ്പേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇഫ് യു വാണ്ട് ടു ആക്സസ് റോൾ നമ്പർ യു കനോട്ട് സിംപ്ലി സേ റോൾ നമ്പർ ഈക്വൽ ടു 3. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ദിസ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ യൂസിങ് സ്ട്രക്ചർ മെമ്പേഴ്സ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. ഇതിനു മുമ്പ് നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ടോ? ഡോട്ട് ഓപ്പറേറ്റർ I think we have not studied. Okay, so this dot operator is called as structure member operator or member access operator. Dot operator is called as a structure member operator or member access operator. Syntax is structure name dot member variable. ഒരു ചെറിയ എറർ ഉണ്ട്. I will just correct it. Okay, it's now corrected.
Actual syntax is structure variable dot member variable ആണ്. ഞാൻ നേരത്തെ structure name dot member variable എന്നാണ് എഴുതിയിരുന്നത്. That is not correct. So if you want to access roll number, you can access roll number using S1 or S2 or S3. So S1 use ചെയ്ത് roll number access ചെയ്യുന്നത് is S1 dot roll number is used for accessing member variable roll number through S1. S1 dot name is for accessing member variable name through S1. ഇതുപോലെ you can use S2, S3 and so on. So syntax for accessing structure members is structure variable dot member variable. So S1 dot roll number will access roll number through S1. S1 dot name will access name through S1. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ശരിക്കും സ്റ്റോർ ആവുന്നതെന്ന് നോക്കാം. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നെയിം ഉണ്ട്. അതിന് 3 സ്ട്രക്ചർ വേരിയബിൾസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ സ്ട്രക്ചറിനും ഇൻഡിപെൻഡന്റ് ആയിട്ട് there will be roll number, name, district, state and pin code created. അതായത് for the first structure variable there will be a set of roll number, name, district, state, pin code. For the second structure variable there will be roll number, name, district, state, pin code. And for the third structure variable there will be independent roll number, name, district, state, pin code. So അതായത് നമ്മുടെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് നമുക്ക് 5 വേരിയബിൾസ് ആണ് ഡിഫൈൻ ചെയ്തിരുന്നത്. ആൻഡ് വി ഹാവ് 3 സ്ട്രക്ചർ വേരിയബിൾസ് ആസ് വെൽ. സോ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഈസ് ടോട്ടൽ 3 into 5 equal to 15 variable spaces will be allocated. S1 dot roll number, S1 dot name, S1 dot district, S1 dot state, S1 dot pin code. That means S1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ യൂസ് ചെയ്ത് we can get a set. S2 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് we can get a second set. S3 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ യൂസ് ചെയ്ത് we can get a third set. So നമ്മൾ എത്ര സ്ട്രക്ചർ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുന്നു that much amount into total number of member variables. So അത്രയും വേരിയബിൾസ് നമുക്ക് പ്രോസസ് റൺ ചെയ്യുമ്പോൾ അതായത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി റോൾ നമ്പർ എന്ന് പറയുന്നത് S1 dot roll number gives roll number which is defined under S1. S2 dot roll number means roll number which is defined under S2. S3 dot roll number means roll number which is defined under S3. S1 dot roll number, S2 dot roll number, S3 dot roll number are entirely different variables. അതായത് ഈ വേരിയബിൾസിനെല്ലാം സ്പേസ് അലോക്കേറ്റ് ചെയ്തത് entirely different ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം all the structure variables are different entities. അതായത് നമുക്ക് ഒരു കോമൺ സ്ട്രക്ചറിനകത്ത് കോമൺ ആയിട്ടാണ് നമ്മൾ മെമ്പർ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിലും സ്ട്രക്ചർ വേരിയബിൾസ് ഡിഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓരോ സ്ട്രക്ചർ വേരിയബിളിനും കറസ്പോണ്ടിങ് സ്ട്രക്ചറിൽ എത്ര മെമ്പർ വേരിയബിൾസ് ഉണ്ടോ അത്രയും വേരിയബിൾസിന് സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ നെയിം ആണ്. അതിന് 3 വേരിയബിൾസ് ഡിഫൈൻ ചെയ്തു, S1, S2 and S3. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ നമ്മൾ 5 മെമ്പർ വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റോൾ നമ്പർ, നെയിം, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻ കോഡ്. സോ ഓരോ സ്ട്രക്ചർ വേരിയബിളിനും when the program is running ഓരോ സ്ട്രക്ചർ വേരിയബിളിനും കറസ്പോണ്ടിങ് ആയിട്ട് there will be roll number, name, district, state, pin code defined and memory allocated as per the size requirement. So there are m structure variables and n member variables. Let me write it in a document sheet. If there are m structure variables defined and n member variables defined inside a structure, then the number of variables allocated during runtime will be m into n. അതായത് നമുക്ക് m സ്ട്രക്ചർ വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിന് m സ്ട്രക്ചർ വേരിയബിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ സ്ട്രക്ചറിനകത്ത് n മെമ്പർ വേരിയബിൾസ് ഉണ്ട്. എങ്കിൽ
during runtime for that particular structure, the number of variables allocated during runtime will be m into n. So, ഇവിടെ നമ്മൾ 3 structure variables ഉണ്ട്, 5 member variables ഉണ്ട്. So, totally 15 variables create ചെയ്യപ്പെടുക or അതിനുള്ള ആവശ്യമുള്ള space allocation സംഭവിച്ചിരിക്കും while running this code, this example code. Now, next one is structure initialization during compile time. നമുക്കറിയാം normal variables നമുക്ക് compilation ടൈമിൽ തന്നെ initialize ചെയ്യാൻ പറ്റും. That is int I equal to 5, int a equal to 3, int fact equal to 1. അങ്ങനെ പല രീതിയിൽ നമ്മൾ compilation ടൈമിൽ ഡിക്ലറേഷന്റെ കൂടെ തന്നെ initialize ചെയ്ത് പോകാറുണ്ട്. Similarly, we can go for variable initialization during compile time for structures as well. Following elements must be there. എന്തൊക്കെയാണെന്ന് നോക്കാം. First one is keyword struct. Struct എന്ന് പറയുന്ന keyword mandatory ആണ്. Then the structure name. Next the variable to be declared. Then assignment operator. Then the set of variable values for the member variables separated by commas and enclosed in braces. Finally terminating semicolon. Example വെച്ച് പറയാം. In this case, okay, ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന കേസിൽ S1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ ഞാൻ ഇങ്ങനെയല്ല ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. I am defining it by using struct student S1. ആ രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇനിഷ്യലൈസും ചെയ്യണമെന്നുണ്ടെങ്കിൽ I can use struct student S1 equals inside bracket. First one is roll number 10. Second is name. That is a character, not just a character, it's a string. So within VA, and string ayadukond thanne it has to be specified within double quotes. Next one is district, that is TBPM, state Kerala, then pin code 695573. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്ട്രക്ചറിനകത്തുള്ള സ്ട്രക്ചർ വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ മെമ്പർ വേരിയബിൾസ് ഏത് ഫോർമാറ്റിലാണോ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്, അതായത് മെമ്പർ വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഫോർമാറ്റിലാണ്. ഫസ്റ്റ് റോൾ നമ്പർ, ദെൻ നെയിം, ദെൻ ഡിസ്ട്രിക്ട്, ദെൻ സ്റ്റേറ്റ്, ദെൻ പിൻ കോഡ്. അതേ ഓർഡറിൽ തന്നെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കണം. ആൻഡ് മൾട്ടിപ്പിൾ മെമ്പർ വേരിയബിൾസ് ഒറ്റ ലൈനിൽ തന്നെ ഇനിഷ്യലൈസ് ചെയ്യാം. പക്ഷെ തിങ് ടു റിമെമ്പർ ഈസ് ദോസ് ഹാസ് ടു ബി സെപ്പറേറ്റഡ് ബൈ എ കോമ. ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഡോട്ട് അറിയാതെ വന്നു പോയതാണ്. ദാറ്റ് ഹാസ് ബീൻ റിമൂവ്ഡ്. ഓക്കെ, ഇനി these are the rules for initializing structures. Individual members cannot be initialized inside the structure template. അതായത് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഡ്യൂറിങ് എന്താണ് സ്ട്രക്ചർ ഡെഫിനിഷൻ, ഇതാണ് സ്ട്രക്ചർ ഡെഫിനിഷൻ. ഈ സ്ട്രക്ചർ ഡെഫിനിഷനകത്ത് ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനെ നമുക്ക് ഇവിടെ തന്നെ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. നോർമൽ കേസിൽ നമ്മുടെ ഇന്റിജേഴ്സോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ int I equals 10, int a equals 5, float b equals 2.3. അങ്ങനെ നമുക്ക് ആ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ സ്ട്രക്ചർ, ഇഫ് ദ വേരിയബിൾ ഈസ് എ മെമ്പർ വേരിയബിൾ ഓഫ് ദ സ്ട്രക്ചർ, ഇറ്റ് കനോട്ട് ബി ഇനിഷ്യലൈസ്ഡ് വിത്തിൻ ദ സ്ട്രക്ചർ ടെംപ്ലേറ്റ്. സ്ട്രക്ചർ ടെംപ്ലേറ്റിനകത്ത് ഇനിഷ്യലൈസേഷൻ പോസിബിൾ അല്ല. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് തിങ് യു നീഡ് ടു റിമെമ്പർ. ദെൻ the order of values enclosed in the braces must match the order of the members of the structure definition. So ഇവിടെ ഞാൻ 10 വിപിൻ VA TBPM Kerala 695573 ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതില് സ്റ്റോറിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ S1 ഡോട്ട് റോൾ നമ്പറിൽ 10 സ്റ്റോർഡ് ആവും. S1 ഡോട്ട് നെയിമില് വിപിൻ VA will be stored. S1 ഡോട്ട് districtly TBPM will be stored. S1 dot districtly Kerala will be stored, and S1 dot pin code 695573 will be stored. So let us see how it is being done by using a table. So S1 dot roll number 10 will be initialized. S1 dot name within VA. S1 dot district TBPM will be initialized.
S1 dot state Kerala will be initialized, and S1 dot pin code 695573 will be initialized. So ഈ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇനിഷ്യലൈസേഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ, then this will be how the values will be initialized. So S1 dot roll number 10, name Vipin district TVPM, state Kerala, pin code 69557. This is how it is going to be initialized. Now next one is partial initialization is also permitted. Only thing to remember is only first few members may be initialized, then leaving the remaining blank. അതായത് at a time എല്ലാ മെമ്പർ വേരിയബിൾസും ഇനിഷ്യലൈസ് ചെയ്യണം എന്നില്ല, പാർഷ്യൽ ആയിട്ട് നമുക്ക് ചെയ്യാം. തിങ് ഈസ് ആദ്യത്തെ കുറച്ച് മെമ്പേഴ്സ് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് റിമൈനിങ് ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് വിടാം. Uninitialized members should only be at the end of the list, and uninitialized members will be assigned default values as follows. ഇനിഷ്യലൈസ് ചെയ്യേണ്ട മെമ്പേഴ്സിനെ നമ്മൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അതായത് ഈവൻ ഇൻ ദി എന്താണ് ഡെഫിനിഷൻ ഇറ്റ്സെൽഫ്, ഇപ്പോൾ റോൾ നമ്പറും ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും ആണ് ഇനിഷ്യലൈസ് ചെയ്യേണ്ടത്, നെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഹാസ് ടു ബി കം ആഫ്റ്റർ ദ സ്റ്റേറ്റ്. സോ അടുത്തടുത്തുള്ള ആദ്യമുള്ള മെമ്പേഴ്സിന് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ നമുക്ക് പാർഷ്യലായിട്ട് ഇനിഷ്യലൈസേഷൻ ചെയ്യാം. മാത്രമല്ല അൺഇനിഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെമ്പേഴ്സിന് ഡിഫോൾട്ട് വാല്യൂസ് വെച്ച് കമ്പൈലർ തന്നെ ഇനിഷ്യലൈസ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ ഇന്റിജേഴ്സ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഇറ്റ് വിൽ ബി ഇനിഷ്യലൈസ്ഡ് വിത്ത് 0 ഇഫ് വി ഡിഡ്ന്റ് ഇനിഷ്യലൈസ് ഇറ്റ്, ആൻഡ് ഇറ്റ് വിൽ ബി ഇനിഷ്യലൈസ്ഡ് വിത്ത് ടെർമിനേഷൻ ക്യാരക്ടർ ഫോർ സ്ട്രിങ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. എക്സാമ്പിൾ ആയിട്ട് struct student S2 25, പാർത്ഥസാരഥി. ഹിയർ ഞാൻ റോൾ നമ്പറും നെയിമും മാത്രമേ ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ളൂ. സോ S2 dot roll number will have 25, S2 dot name will have പാർത്ഥസാരഥി. അത് കഴിഞ്ഞിട്ട് I have not initialized the district and state, so അത് രണ്ടും സ്ട്രിംഗ് ആയതിനാൽ those will be initialized with the termination character \0. ടെർമിനേഷൻ ക്യാരക്ടർ എന്താണെന്ന് അറിഞ്ഞിടാത്തവർ ഗോ ടു ദി എന്താണ് അറേസ് പോർഷൻ, അതിൽ ക്യാരക്ടർ അറേസ് ഓർ സ്ട്രിങ്സ് എന്ന് പറയുന്ന പോർഷനിൽ ടെർമിനേഷൻ ക്യാരക്ടർ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഗോ ആൻഡ് ലുക്ക് ഓൺ ദാറ്റ്. Then pin code, since it is a long integer and it is not defined, it will be by default set with 0 by the compiler. ഇത് പാർഷ്യൽ ഇനിഷ്യലൈസേഷൻ ചെയ്തതുകൊണ്ടാണ്. ഇനി what if you initialize 25, then say district ആയിട്ട് Trivandrum? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, because if you initialize like 25, Trivandrum, S2 dot roll number will be initialized with 25 and S2 dot name will be initialized with Trivandrum. ഡിസ്ട്രിക്റ്റ് ആണോ നെയിം ആണോ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കമ്പൈലറിന് കറക്റ്റ് ഓർഡറിൽ പറഞ്ഞു കൊടുത്താൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, സോ ആ ഓർഡറിൽ തന്നെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദൻ ഇമ്പോർട്ടന്റ് തിങ് ടു റിമെമ്പർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഒരു നമ്മുടെ നേരത്തെ ഉള്ള എക്സാമ്പിളിൽ, അതായത് പ്രസന്റേഷനുള്ള എക്സാമ്പിളിൽ പറഞ്ഞ അതേ സ്ട്രക്ചർ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. struct student with member variables as roll number, name, district, state and pin code, and I have declared a structure variable S1 and I have initialized it with partially initialized the same variable with 10 Vipin V and TVPM. State and pin code ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തായിരിക്കും വാല്യൂ പ്രിന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു പാർഷ്യൽ ഇനിഷ്യലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യാത്ത വേരിയബിൾസിന്, if it is a character or string, that will be automatically initialized with null or terminating character \0, and if it's an integer it will be initialized with the plain 0. Let's see what is the output if I print S1 dot roll number, S1 dot name, S1 district, S1 dot state and S1 dot pin code. Let us see. Just a moment.
Okay, let us execute. Compile and run. See, details stored in S1 are name Vipin VA, roll number 10, district is TVPM, state is kept as blank because state ഞാൻ ഇവിടെ define ചെയ്തിട്ടില്ല, initialize ചെയ്തിട്ടില്ല. Directly print ചെയ്യുമ്പോൾ initialize ചെയ്യാത്തത് will be replaced with null character or termination character. So അത് blank ആയിട്ട് വന്നു. Pin code, since it's an integer, long integer ആയാലും it's an integer, so it will be initialized as 0 by the compiler. So that is an example regarding if what will happen if partial initialization is happened. Now, ഇനി നമുക്ക് partial initialization എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നിന്ന് മാറി മൊത്തത്തിൽ ഓരോ ഡേറ്റയും സ്കാൻഫ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്യുന്നു, ദെൻ ആ സ്കാൻ ചെയ്ത ഡേറ്റ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അതാണ് പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്റർ ദ റോൾ നമ്പർ, എന്റർ ദ നെയിം, എല്ലാത്തിനും പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനോട് അതത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് സ്കാൻഎഫും കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്ട്രിങ്ങിന് %s യൂസ് ചെയ്തിരിക്കുന്നു, നമ്പേഴ്സിന് %d യൂസ് ചെയ്തിരിക്കുന്നു. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ആൻഡ് S1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ വേരിയബിളിലാണ് ഞാൻ ഇത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. S1.roll number, S1.name, S1.district, S1.state, S1.pincode. Let's see how this will run. Compiling, enter the roll number. Roll number I am entering it as 30. Name, Parthasarathi. District, I am just entering it as Kollam. I am not sure whether he is from Kollam. And state, Kerala. Pin code 695231. As soon as I hit enter, details stored in S1 are being displayed. Name Parthasarathi, roll number 30, district Kollam, state Kerala, pin code 695231. So this code is working. Now I am running it once again. Now I am giving another data. Let's say roll number is 35, and in case of name, in this place of name, I am writing a name who is having a first name and a last name. Let's see. Okay, we have Sadiq Diwan. പുള്ളിയുടെ പേരാണ് എനിക്ക് ഓർമ്മ വന്നത്. Sadiq Diwan. And as soon as I hit enter, see here enter district എന്ന് വന്നു. എന്നിട്ട് ഉടനെ skip ചെയ്ത് enter state വന്നു. So let's, for the timing, just let's enter the state Kerala 695223. And if I hit enter, what is going to happen is, see, name Sadiq മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ സാദിഖിന്റെ ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്കിപ്പ് ചെയ്ത് ഡിസ്ട്രിക്ട് S1.districtലേക്ക് സേവ് ചെയ്യപ്പെട്ടു. See, this is an issue if you use scanf statement for scanning or for inputting names or strings which have spaces in it. സ്പേസ് വന്നാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്കാൻഫ് സ്റ്റേറ്റ്മെന്റ് സ്പേസ് എവിടെയാണോ എൻകൗണ്ടർ ചെയ്യുന്നത് അതുവരെയുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ആ പർട്ടിക്കുലർ വേരിയബിളിലേക്ക് ഇൻപുട്ട് ആയിട്ട് എടുക്കത്തുള്ളൂ. അതിനുശേഷം എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത വേരിയബിളിന്റെ ഇൻപുട്ട് ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ ഇഫ് ഞാനിത് പറഞ്ഞു വന്നത്, സാദിഖ്, സോറി ഫോർ യൂസിങ് യുവർ നെയിം ഇൻ ദിസ്, ഡോണ്ട് ഫീൽ എനി റോങ്. ഇതില് if you are going to use multiple words while using scanf, then this will create a problem. So നമുക്ക് multiple words ഉള്ള sentences ആയിട്ട് തന്നെ നമുക്ക് data input വേണമെന്നുണ്ടെങ്കിൽ, instead of scanf, it is always better to use gets, gets function. Let's see what will happen if this scanf statement for inputting strings are being replaced with the gets function. So ഞാൻ അത് scanf മാറ്റി gets മാറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാൻ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. So this is the program. For roll number I am using scanf, whereas for name I am using gets,
For district also I am using gets. For state also I am using gets because state ilum രണ്ട് words ഉള്ളത് വരാം. Like Madhya Pradesh, Himachal Pradesh അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരാം. ഡിസ്ട്രിക്റ്റിലും ഇതുപോലെ രണ്ട് നെയിംസ് വരുന്ന സ്റ്റേറ്റ്സ് ഡിസ്ട്രിക്ട്സ് വരാം. സോ അതുകൊണ്ട് തന്നെ എല്ലാ സ്ട്രിങ്ങിനെയും ഞാൻ ഇൻപുട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈസ് യൂസിങ് ഗെറ്റ്സ്. വേറെ ഡിഫറൻസ് ഒന്നും ഇതിനകത്ത് ഞാൻ വരുത്തിയിട്ടില്ല. സോ നൗ ലെറ്റ്സ് സീ ഹൗ ദിസ് കോഡ് ഈസ് ഗോയിങ് ടു വർക്ക്. കമ്പൈലിംഗ്, ജസ്റ്റ് എ മൊമെന്റ്, വിട്ടുപോയി. Okay, compile and run. Now again it is asking for roll number. I'm entering roll number as 23 and hit enter. As soon as I hit enter, now we can notice another problem, that is enter name skip ചെയ്യപ്പെട്ടു. District ആണ് നമ്മളോട് ചോദിക്കുന്നത്. For the time being, let us enter the district. Kollam, state Kerala, pin code 695221. And if you get the output, you can see name il blank aanu vannikkunnathu. So something has happened when you entered 23. That means 23 enter ചെയ്ത് hit enter button press ചെയ്ത് കഴിയുമ്പോൾ somehow a new line or a null character was already entered in s1.name. And that got stored also. ഇതൊരു ഇഷ്യൂ ആണ് when you use എന്താണ് gets statement after a scanf. This is another issue. അതായത് ഒരു scanf statement യൂസ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ഒന്നോ രണ്ടോ പ്രിന്റ് ഓഫ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടായാലും തൊട്ടടുത്തുള്ള ഇൻപുട്ട് എടുക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് ഗെറ്റ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ then ഇങ്ങനൊരു പ്രശ്നം വരും. സ്കാനഫ് കഴിഞ്ഞിട്ടുള്ള ഇമ്മീഡിയറ്റ് ഗെറ്റ്സ് സ്റ്റേറ്റ്മെന്റിലേക്ക് വെറും ഒരു നൾ ക്യാരക്ടറോ അല്ലെങ്കിൽ ന്യൂ ലൈൻ കമാൻഡോ വെച്ച് റീപ്ലേസ് ചെയ്യപ്പെടും. സോ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്കാനഫില് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എന്താണ് റൺ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു റോൾ നമ്പർ ആയിട്ട് 23 എന്ന് പറയുന്ന ഒരു നമ്പർ കൊടുത്തു. ആൻഡ് ആസ് സൂൺ ആസ് യു ഹിറ്റ് എന്റർ, ആ എന്റർ കൂടെ എന്താണ് ന്യൂ ലൈൻ കമാൻഡ് കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് കൺസോൾ വിൻഡോയിൽ നിന്നും ഇൻപുട്ടിലേക്ക് എടുക്കപ്പെടും. ആ ന്യൂ ലൈൻ കമാൻഡ് എന്ത് സംഭവിക്കുന്നത്, സിൻസ് ഇറ്റ്സ് എ ന്യൂ ലൈൻ ഇറ്റ് വിൽ നോട്ട് ബി എന്താണ് അക്കൗണ്ടഡ് ഇൻ ദിസ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് വിൽ ബി പുഷ്ഡ് ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ടാണ് ഗെറ്റ്സ് s1.name എന്ന് പറയുന്നതിനകത്ത് ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആയിരിക്കുന്നത്. സോ ഇത് നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്, അതായത് സ്കാനഫ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഗെറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകും. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് വാട്ട് വി കൻ ഡു ഈസ്, അങ്ങനെ സ്കിപ്പായി വരുന്ന ന്യൂ ലൈൻ കമാൻഡ് നമുക്ക് ഏതെങ്കിലും ഒരു ടെമ്പററി ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കണം. സോ ഫോർ ദാറ്റ് ഐ ആം ഡിഫൈനിങ് എ വേരിയബിൾ char ch ഫോർ സ്റ്റോറിങ് എന്താണ് നമ്മുടെ ഈ ഇങ്ങനെ വരുന്ന ന്യൂ ലൈൻ കമാൻഡ്, നമുക്ക് ആവശ്യമില്ലാതെ വരുന്ന ന്യൂ ലൈൻ കമാൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനായിട്ട്. ആൻഡ് ഐ ആം യൂസിങ് ദാറ്റ് പർട്ടിക്കുലർ എന്താണ് പർട്ടിക്കുലർ ഫംഗ്ഷൻ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ch ഈക്വൽസ് get char. Char എന്ന് പറയുന്ന ഫംഗ്ഷൻ is used for inputting a particular character. So what is going to happen is scanf-ല് 23 എന്ന് അല്ലെങ്കിൽ 35 എന്ന് പറയുന്നത് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ എൻ്റർ അടിക്കുമ്പോൾ the 35 will be stored in s1.roll number and enter സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഒരു അഡീഷണൽ വേരിയബിൾ ഇട്ട് കൊടുക്കുകയാണ്. So that new line command will be stored inside ch and our gets function will be unharmed. So ഇതൊരു ടെമ്പററി വർക്ക് അറൗണ്ട് ആണ്. അതായത് സ്കാനഫ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ പ്രിന്റ് ഓഫ് കഴിഞ്ഞ് അടുത്ത ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഗെറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനഫ് കഴിഞ്ഞിട്ടുള്ള ഇമ്മീഡിയറ്റ് ഗെറ്റ്സിലേക്ക് നമുക്ക് ഗെറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള വേരിയബിളിലേക്ക് നമുക്ക് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് സ്കാനഫ് യൂസ് ചെയ്ത് നിങ്ങളൊരു ഡേറ്റ ഇൻപുട്ട് ചെയ്തു എന്നിട്ട് എൻ്റർ അടിച്ചു കഴിയുമ്പോൾ
whatever data you have inputted, that will be directed to the variable which is defined in the scanf statement. കൂടെ വരുന്ന എൻ്റർ അടിക്കുമ്പോൾ വരുന്ന ന്യൂ ലൈൻ കമാൻഡ് അതിന് തൊട്ടടുത്തുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് പുഷ് ചെയ്യപ്പെടും ഓട്ടോമാറ്റിക് ആയിട്ട്. അത് സി കമ്പൈലറിന്റെ ഒരു ഇഷ്യൂ ആണ്. സോ അങ്ങനെയുള്ള ന്യൂ ലൈൻ കമാൻഡ് വന്നു കഴിഞ്ഞാൽ s1.name എന്ന് പറയുന്നതിലേക്ക് ആ ന്യൂ ലൈൻ കമാൻഡ് കയറി വരും. സോ നമുക്ക് നെയിം ഒരിക്കലും ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത് അവോയ്ഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. യു ജസ്റ്റ് ഡിഫൈൻ one character variable, some character variable ch, and use ch equals getChar. So ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ whatever new line command is being pushed by this scanf statement, that will be automatically covered in ch. അതായത് ch ലേക്ക് അത് കയറി പോകും. നമ്മുടെ ആവശ്യമുള്ള ഡേറ്റയെ അത് അഫക്ട് ചെയ്യില്ല. So this is just a temporary workaround if you use gets after scanf. ഇത് ഞാൻ ആക്സിഡന്റലി കണ്ടുപിടിച്ച ഒരു ഇഷ്യൂ ആണ്. അതിന്റെ വർക്ക് അറൗണ്ടും അങ്ങനെ തന്നെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഞാൻ ഇത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. Now let's see compile and run. Roll number 35. Now see, no issues. It is directly asking for the name. Name again Sadiq Diwan. District, I am putting it as Thiruvananthapuram itself. I don't know his actual district actually. And state Kerala, pin code 695223. As far as as soon as I hit enter, name stored is Sadiq Diwan. Roll number is 35. District is Thiruvananthapuram. State is Kerala. And pin code is 695223. Whatever I have entered, that has been stored in its corresponding structure variable. So this is by using gets. So ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കുക. ഇത് ചില സിറ്റുവേഷൻസിൽ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ യൂസ് ദിസ് വർക്ക് അറൗണ്ട്. ഓക്കെ, സോ ഇവിടെ ഞാൻ S1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ യൂസ് ചെയ്ത് ഡേറ്റ ഇൻപുട്ട് ചെയ്തു. എന്നിട്ട് ആ സ്ട്രക്ചർ വേരിയബിൾ യൂസ് ചെയ്ത് തന്നെ കറസ്പോണ്ടിങ് മെമ്പർ വേരിയബിൾസിനെ കോൾ ചെയ്ത് ഡേറ്റ ഔട്ട്പുട്ട് ചെയ്തു. സോ ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഇൻപുട്ടും വരുന്നുണ്ട്, ഔട്ട്പുട്ടും പോകുന്നുണ്ട്. സോ ദാറ്റ് കൺക്ലൂഡ്സ് ദി സാമ്പിൾ പ്രോഗ്രാം ഫോർ ഡേറ്റ ഇൻപുട്ട് ആൻഡ് സിമ്പിൾ ഡേറ്റ ഇൻപുട്ട് ആൻഡ് ഡേറ്റ ഔട്ട്പുട്ട് യൂസിംഗ് എ സ്ട്രക്ചർ വേരിയബിൾ. Okay, now moving on to our presentation. Next slide is copying and comparing structure variables. അതായത് സ്ട്രക്ചർ വേരിയബിൾസിനെ ഒരു സ്ട്രക്ചർ വേരിയബിളിൽ നിന്ന് മറ്റൊരു വേരിയബിളിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റുമോ, ഒരു സ്ട്രക്ചർ വേരിയബിളും മറ്റൊരു സ്ട്രക്ചർ വേരിയബിളും തമ്മിൽ കമ്പാരിസൺ നടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ സ്ലൈഡ് ഡിസ്കസ് ചെയ്യുന്നത്. കൺസിഡർ ദി ഫോളോയിങ്: struct student in roll number, char name, char district, char state, long in pin code. Student എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. സ്റ്റുഡന്റ് ഈസ് ദ സ്ട്രക്ചർ നെയിം ആൻഡ് ഐ ഹാവ് ഡിഫൈൻഡ് S1 and S2 ആസ് സ്ട്രക്ചർ വേരിയബിൾസ്. See, student is the structure name, S1 and S2 are structure variables, roll number, name, district, state, pin code are member variables of structure student. മാറി പോകരുത്, അതുകൊണ്ടാണ് ഞാൻ ഓരോ പ്രാവശ്യവും എടുത്തെടുത്ത് പറയുന്നത്. Now, if I use S1 equals S2, okay, so whatever value is stored under S2, that will be copied and assigned to S1. അതായത് RHS ൽ എന്താണോ ഉള്ളത് അത് LHS ലേക്ക് കോപ്പി ചെയ്യപ്പെടും. If it is S2 equals S1, S1 ൽ എന്താണോ ഉള്ളത് അത് S2 ലേക്ക് കോപ്പി ചെയ്യപ്പെടും. Just like A equals 3 or B equals 5. 5 എന്ന് പറയുന്ന വാല്യൂ B യിലേക്ക് കോപ്പി ചെയ്യപ്പെടും. അതായത് RHS ൽ ഉള്ളത് LHS ലേക്ക് കോപ്പി ചെയ്യപ്പെടും. കോപ്പി ചെയ്യപ്പെടും എന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ വേരിയബിളിലുള്ള മെമ്പർ വേരിയബിൾസിലുള്ള ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് പുതിയ സ്ട്രക്ചർ വേരിയബിളിലേക്ക് കോപ്പി ചെയ്യപ്പെടും. കോപ്പി ചെയ്യുന്നത് ആ കറസ്പോണ്ടിങ് ഓർഡറിലുമായിരിക്കും. ഇനി ഇങ്ങനെ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ both variables, both at the LHS and RHS, both variables shall be structure variable of the same structure.
ഒരേ സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ വേരിയബിൾസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ S1 equal to S2 അല്ലെങ്കിൽ S2 equal to S1 എന്നുള്ള രീതിയിൽ ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യാൻ പറ്റത്തുള്ളൂ. If S1 is of structure variable student and S2 is of structure variable some student 2, രണ്ട് സ്ട്രക്ചേഴ്സിന്റെ വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോപ്പി ഫംഗ്ഷൻ നടത്താൻ പറ്റില്ല. That you keep it in mind. Now, so that's regarding copying of data from one structure to another, one structure variable to another structure variable. രണ്ടും സ്ട്രക്ചർ വേരിയബിൾസും കോപ്പി ചെയ്യുന്ന LHS-ലെ RHS-ലെ സ്ട്രക്ചർ വേരിയബിൾസ് ഒരേ സ്ട്രക്ചറിന്റെ തന്നെ ആണെങ്കിൽ മാത്രമേ കോപ്പിയിങ് പോസിബിൾ ആവത്തുള്ളൂ. രണ്ട് സ്ട്രക്ചറിന്റെ വേരിയബിൾസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോപ്പിയിങ് വിൽ നോട്ട് ബി പോസിബിൾ. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നൗ going to comparison. Even if S1 and S2 are structure variables of the same structure, S1 double S2. Okay, it's correct now. S1 double equal to S2 means it is checking whether S1 and S2 are the same. S1 not equal to S2 means it is checking whether LHS is equal to RHS. These are the comparison operations. Such operations are not permitted under any circumstances. അതായത് നിങ്ങൾക്ക് ഒരേ സ്ട്രക്ചറിന്റെ രണ്ട് സ്ട്രക്ചർ വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു സ്ട്രക്ചർ വേരിയബിളിന്റെ ഡാറ്റ മറ്റൊരു സ്ട്രക്ചർ വേരിയബിളിലേക്ക് കോപ്പി ചെയ്യാം ബൈ യൂസിങ് സിമ്പിൾ ഈക്വൽ ടു ഓർ അസൈൻമെന്റ് ഓപ്പറേറ്റർ. പക്ഷേ ഈവൻ ഇഫ് യു ഹാവ് ടു സ്ട്രക്ചർ വേരിയബിൾസ് ഡിഫൈൻഡ് ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു കണ്ടക്ട് എ logical operation like double equal to or not equal to, such operation is not permitted because C does not permit logical operations directly on structure variables. അതായത് സ്ട്രക്ചർ വേരിയബിൾസിനെ വെച്ച് നമുക്ക് ഒരു കാരണവശാലും ലോജിക്കൽ ഓപ്പറേഷൻസ് പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല. C പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ C കമ്പൈലർ ഡസ് നോട്ട് പെർമിറ്റ് ദാറ്റ്. ഇനി കമ്പാരിസൺ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ we may do so by comparing the members individually. അതായത് instead of S1 double equal to S2, we can write S1 dot roll number double equals S2 of dot roll number. That is valid. I will just explain it in the next slide. That is struct student S1 and S2 are defined. S1 equal to S2 is valid, S2 equal to S1 is valid. Okay, but S1 double equal to S2, S1 not equal to S2 are invalid because logic operation on structure variable is not permitted by C compiler. Now, S1 dot roll number double equals S2 dot roll number is valid. S1 dot roll number not equal to S2 dot roll number is also valid because logic operation involving independent member variables of any structures are. This is regarding structure variables of same structure. Now, even if they are different structures, logical operation involving member variables of two different structures are also valid because ipo S1 എന്ന് പറയുന്നത് സ്റ്റുഡന്റ് എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചർ വേരിയബിൾ ആണെന്ന് വിചാരിക്കുക, S2 എന്ന് പറയുന്നത് സം സ്റ്റുഡന്റ് 1 എന്ന് പറയുന്ന വേറൊരു സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ വേരിയബിൾ ആണെന്ന് വെക്കുക. ആ ഒരു സിറ്റുവേഷനിലും S1 ഡോട്ട് റോൾ നമ്പർ എന്ന് പറയുന്നത് ഈസ് എ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. S2 ഡോട്ട് റോൾ നമ്പർ എന്ന് പറയുന്നതും അത് പോയിന്റ് ചെയ്യുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഒരു വേരിയബിൾ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനിലാണ്. സോ ഇൻ ദാറ്റ് കേസ് ഈവൻ ഇഫ് S1 ആൻഡ് S2 ആർ ടു സ്ട്രക്ചർ വേരിയബിൾസ് വിച്ച് ആർ ഓഫ് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്, I'll just write it down. Now let's consider two structures, student and student 2. സ്റ്റുഡന്റിന്റെ സ്ട്രക്ചർ വേരിയബിൾ S1 ആണ്, സ്റ്റുഡന്റ് 2ന്റെ സ്ട്രക്ചർ വേരിയബിൾ S2 ആണ്. സ്റ്റുഡന്റ് 1ന്റെ ഒരു മെമ്പർ വേരിയബിൾ എന്ന് പറയുന്നത് റോൾ നമ്പറും സ്റ്റുഡന്റ് 2ല് മെമ്പർ വേരിയബിൾ എന്ന് പറയുന്നത് ക്ലാസ് നമ്പറും ആണെന്ന് വിചാരിക്കുക. സോ S1 ഡോട്ട് റോൾ നമ്പർ ഡബിൾ ഈക്വൽസ് S2 ഡോട്ട് ക്ലാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വാലിഡ്. S1 ഡോട്ട് റോൾ നമ്പർ നോട്ട് ഈക്വൽ ടു S2 ഡോട്ട് ക്ലാസ് നമ്പർ അതും വാലിഡ് ആണ്. വൈ? ബിക്കോസ് നമ്മളിവിടെ S1 ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു S2 പറയുമ്പോഴേക്കും അത് എൻറ്റയർ സ്ട്രക്ചർ വേരിയബിളിന് ഇക്വാളിറ്റി ഓർ ഇൻഇക്വാളിറ്റി അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ ആണ്. ദാറ്റ് ഈസ് നോട്ട് supported by the GCC or C compiler. Whereas S1 dot roll number എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ സ്റ്റുഡന്റ് എന്ന് പറയുന്ന എന്താണ്
സ്ട്രക്ചറിലെ S1 വേരിയബിളിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള റോൾ നമ്പർ എന്ന് പറയുന്ന പർട്ടിക്കുലർ വേരിയബിളിനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അത് S2 എന്ന് പറയുന്ന സ്റ്റുഡന്റ് 2 എന്ന് പറയുന്ന സ്ട്രക്ചറിലെ S2 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിനുമായിട്ട് അസോസിയേറ്റ് ആയിരിക്കുന്ന ക്ലാസ് നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിളുമായിട്ട് ഈക്വൽ ആണെന്ന് നമ്മൾ നോക്കുന്നത്. കാരണം ദിസ് വിൽ S1 ഡോട്ട് റോൾ നമ്പർ എന്ന് പറയുന്നത് വിൽ പോയിന്റ് ടു എ മെമ്മറി ലൊക്കേഷൻ വിച്ച് ഹോൾസ് എ ഡേറ്റ. S2 ഡോട്ട് ക്ലാസ് നമ്പറും ഹോൾസ് ടു എ മെമ്മറി ലൊക്കേഷൻ വിച്ച് ഹോൾസ് ടു എ ഡേറ്റ. ഈ രണ്ട് സൈഡിലും ഡേറ്റ തന്നെയാണ് വരുന്നത്. സോ കമ്പാരിസൺ വിത്ത് ഡേറ്റ ഓൺ LHS ആൻഡ് RHS ഈസ് വാലിഡ്. അതുപോലെ തന്നെ S1 ഡോട്ട് റോൾ നമ്പർ ഈക്വൽസ് S2 ഡോട്ട് ക്ലാസ് നമ്പർ ഈസ് ഓൾസോ വാലിഡ്. ബിക്കോസ് LHS-ലും RHS-ലും ഉള്ള LHS-ലുള്ളത് ഒരു വേരിയബിൾ ആണ്, RHS-ലുള്ളത് ഒരു വേരിയബിളിന്റെ ഡേറ്റയാണ്. സോ ദിസ് ഈസ് ഓൾസോ വാലിഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, വാലിഡ് അല്ലാത്തത് ലോജിക്കൽ ഓപ്പറേഷൻ ഓൺ സ്ട്രക്ചർ വേരിയബിൾ. Even if those two structure variables are of the same structure, logical operation on structure variable is invalid. So, ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. I know. നിങ്ങൾ കുറച്ച് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ഇറ്റ് ഡൗൺ ആൻഡ് വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. സോ ബൈ ദിസ് ഐ എം കൺക്ലൂഡിംഗ്. ഓൺ ദി നെക്സ്റ്റ് സെഷൻ we can start on array of structures. So thank you all. See you tomorrow. Bye bye.